ഹലോ, ചിഞ്ചു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിതാ ഇന്നൊരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സ്പൂണ്, കയ്യിൽ, കത്രിക, കത്തി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് മാതിരിയുള്ളൊരു സംഭവം കേട്ടോ. എനിക്ക് ഈ പ്രോഡക്റ്റിനെ പറ്റി പറയാനുള്ളത്, എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് കേട്ടോ. കാരണം നമുക്ക് കത്രികയാണെങ്കിലും കത്തിയാണെന്നുണ്ടെങ്കിലോ കയ്യിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എവിടെയും വെച്ചിട്ടുള്ള വെച്ചാൽ അവിടുന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ ഏട്ടനും അനിയനും കൂടിയിട്ട് വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ അത് പിറ്റേ ദിവസമായപ്പോൾ തെങ്ങ് കയറാൻ ആൾ വരുന്നുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഇത് ഞാൻ 2 ചെടിച്ചട്ടിയിൽ മണി പ്ലാന്റ് കേട്ടോ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇതാ തെങ്ങേറിയ തേങ്ങകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാനിതാ ഒരു ഭാഗത്തേക്ക് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഈ തേങ്ങകളൊക്കെ കുറച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ എടുത്തിട്ട് പിന്നെ ഉള്ളതൊക്കെ വെളിച്ചെണ്ണ ആക്കട്ടെ ചെയ്യൽ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ആക്കാനുള്ള തേങ്ങകളൊക്കെ ഉണ്ടല്ലോ, അത് തേങ്ങ പൊളിച്ചിട്ട് കൊപ്പറാക്കിയിട്ട് ഞങ്ങളിത് കടയിൽ കൊണ്ടുപോയി കൊടുക്കും കേട്ടോ. അപ്പോൾ അത് തേങ്ങ പൊളിക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ ചേട്ടൻ. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് പൊളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് വീഡിയോ എടുക്കുമ്പോൾ ഏട്ടൻ പറയണത് വേറെ ഒന്നുമില്ല കേട്ടോ, തേങ്ങയുടെ എറിയും പൊയ്ക്കോ അവിടെ നിന്ന് നോക്കി പറയുന്നത് കേട്ടോ മൂപ്പര്. പിന്നെ ഞാനിതാ നമുക്ക് ആവശ്യമുള്ള തേങ്ങ ഉണ്ടല്ലോ, അത് ഞാൻ അവിടെ നിന്ന് പെറുക്കിയിട്ട് ഞങ്ങൾ വെക്കുന്ന സ്ഥലമുണ്ട്, അവിടെ കൊണ്ട് വയ്ക്കുക കേട്ടോ. ഓരോന്നോരോന്നായിട്ട് കൊണ്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ സിയാപ്പി ഇതാ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട്, പൈപ്പ് കണ്ട കുട്ടിക്ക് ബക്കറ്റിൽ അപ്പം വെള്ളം നിറയ്ക്കണം. അപ്പോൾ ഇത് ഒരു പരിപാടിയാണ് കുട്ടിയുടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ മൂപ്പരുടെ പണികൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പൊളിച്ച തേങ്ങയൊക്കെ ഞങ്ങൾ എന്നിട്ട് അകത്തേക്ക് കൊണ്ട് വെച്ചു കേട്ടോ. പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോൾ ഞാനിതാ വിളക്ക് വെച്ചു കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് നാമം ജപിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ സിയാപ്പി ഇതാ മേലകലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ സുന്ദരി മണിയായിട്ട് ഇവിടെ ചെയറിലിരിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ തെങ്ങ് കയറാൻ വന്നപ്പോൾ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഇളനീരും കൂടി ഇട്ടുതരാൻ കേട്ടോ. അപ്പോൾ സിയാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇളനീര്. അപ്പോൾ അത് കുട്ടി അത് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അങ്ങനെ അത് ഏട്ടൻ ആ ഇളനീര് വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ സിയാപ്പിക്ക്. അങ്ങനെ ഞാൻ വീണ്ടും ചേട്ടൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ചേട്ടൻ്റെ ദേഷ്യം വന്നിട്ട് ചിഞ്ചു എടുക്കല്ലേ എന്ന് പറയാം കേട്ടോ. പിന്നെ തെങ്ങേറാൻ ടൈമിൽ ഇവരെ വണ്ടിമേക്ക് തേങ്ങ വീഴണ്ടല്ലോ വിചാരിച്ചിട്ട്, തെറിച്ച് വീഴണ്ടല്ലോ വിചാരിച്ചിട്ട് അവർ വണ്ടിയൊക്കെ ആ റോഡ് സൈഡിലാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്, ഏട്ടനും അനിയനും ഒക്കെ. അപ്പോൾ അതാ ഏട്ടൻ ആ വണ്ടികളൊക്കെ ഇങ്ങോട്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മുടെ സിയാപ്പി ഇതാ അവിടെ മുറ്റത്ത് ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മൂപ്പർക്ക് പേടിയായി. അപ്പോൾ ഇതാ എൻ്റെ അടുത്തേക്ക് വരിക കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ ഒതുക്കി വെച്ചിട്ട് ചേട്ടൻ ഇതാ ഉണ്ണീനെ കിട്ടി അങ്ങോട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഉണ്ണിക്ക് പേടിച്ച് നിൽക്കുമായിരുന്നല്ലോ. അപ്പോൾ ഇതാ ഉണ്ണീനെ കൈയാട്ടിയിട്ട് വിളിച്ച്, അപ്പോൾ ഇതാ കുട്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.